ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി സൂപ്പർ പച്ചമാങ്ങ തൈര് കറിയുമായിട്ടാണ്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ഞാനൊരു പച്ചമാങ്ങ കുറച്ച് കഷ്ണങ്ങളാക്കി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മുറി തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുത്തു. ഒരു 5 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് കടുക്, ഒരു സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളതെല്ലാം നമ്മുടെ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഉള്ളത് ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നത് ഇതേ രീതിയിലായിരിക്കണം നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി നമ്മളൊരു മൺപാത്രം, അതേ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. ആ മിക്സോടൊപ്പം തന്നെ കുറച്ച് ശകലം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മാങ്ങ നമ്മൾ അരച്ചുകൊണ്ട് വന്ന മിക്സാണിപ്പോൾ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, അതായത് കൂടുതൽ നേരം സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് വരണം. ഇപ്പോൾ പച്ചമാങ്ങ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്കിത് ചോറുണ്ണാനും ഇതിന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അത് ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അധികം പുളിപ്പില്ലാത്ത തൈരാണ് നമുക്ക് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ മാങ്ങ എടുക്കുമ്പോഴും അധികം പുളിപ്പില്ലാത്തത് വേണം എടുക്കാൻ. രണ്ടിൻ്റെയും പുളിപ്പ് കൂടുമ്പോൾ നമുക്ക് കറിക്കൊരു പുളിപ്പ് രസം നല്ലപോലെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുളിപ്പ് കുറഞ്ഞ മാങ്ങയും പുളിപ്പ് കുറഞ്ഞ തൈരുമാണ് നമുക്കിതിനേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഏകദേശം നമ്മളത് തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിള വരാറായി. നമ്മളത് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ പച്ചമാങ്ങ തൈര് കറി സൂപ്പറായി വന്നിട്ടുണ്ടെന്ന് നോക്കൂ. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.